പല്ലവി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് അഭിമന്യു നടന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്തു. കോൾ എടുത്ത് നോക്കിയപ്പോൾ അത് വാസുദേവൻ വക്കീലിന്റെ കോളായിരുന്നു. അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഇപ്പൊ വിളിച്ചത്? നിന്റെ തീരുമാനം എന്താണെന്ന് അറിയാനാണ് വീണ്ടും വിളിക്കുന്നത്. അന്ന് നീ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അഭിമന്യു കുറച്ചുനേരം മിണ്ടാതെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. ഞാനൊരു പണക്കാരനാണെന്ന് ആരും അറിയരുത്. ഇതെല്ലാം രഹസ്യമായി ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. അതും പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്ത് മാറ്റിവെച്ചു. പല്ലവി അപ്പോൾ മുറിയിൽ അബിയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. അവൾ മെല്ലെ എഴുന്നേറ്റ് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വാർഡ്രോബ് തുറന്നു. പെട്ടെന്നതിൽ ഒരു പേപ്പർ കണ്ട് അവളൊന്ന് ഞെട്ടി. ശേഷം അവൾ അത് കയ്യിലെടുത്ത് നേരെ അബിയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അബിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. പല്ലവിയുടെ നോട്ടം കണ്ട് അബി സംശയത്തോടെ ചോദിച്ചു, എന്താ പല്ലവി, എന്താ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ പല്ലവി അലമാരിയിൽ നിന്നും കിട്ടിയ പേപ്പർ അവന്റെ മുന്നിലേക്ക് നീട്ടി കാണിച്ചു. അതിൽ സോറി എന്നെഴുതിയിരുന്നു. അബി വെച്ചതാണ് അതവിടെ എന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു. എന്താ ഇത്? അബി പരുങ്ങലോടെ പറഞ്ഞു. അത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. വല്ലാതെ വിശദീകരിക്കണ്ട. എന്താണ് ചെയ്തതെന്ന് സ്വയം ബോധ്യമുണ്ടല്ലോ, അത് മതി. അബിയോട് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പല്ലവി ദേഷ്യം അഭിനയിച്ചു നിന്നു. അവൾ തുടർന്നു, എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. ഓഫീസിൽ പോകാൻ ലേറ്റായി. അതും പറഞ്ഞ് പല്ലവി അവിടെ നിന്നും പോയി. അബിയും അപ്പോഴേക്കും റെഡിയാവാൻ വേണ്ടി നടന്നു. അവൻ ഇന്ന് ബാങ്കിൽ പോവാനുണ്ടായിരുന്നു. അബി അപ്പോഴേക്കും തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടിരുന്നു. അവൻ ഗേറ്റിനടുത്ത് എത്താനായതും പിറകിൽ കാറിൽ നിന്നും പല്ലവി ഹോൺ മുഴക്കി. അബി ബൈക്ക് അവിടെ നിർത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഞാനും ഇന്ന് ബൈക്കിലാണ് വരുന്നത്. ഓഫീസിൽ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. കാറിൽ പോയാൽ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആവും. ബൈക്കാവുമ്പോ ഒന്നുകൂടെ എളുപ്പമാവും. അബി ഉള്ളിൽ സന്തോഷിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവളോട് പിറകിൽ കയറാൻ പറഞ്ഞു. പല്ലവി അബിയുടെ കൂടെ ബൈക്കിൽ കയറി. അവൾ അവന്റെ തോളിൽ കൈവച്ചപ്പോൾ അവന്റെ ശരീരം ഒന്നാകെ ഒന്ന് പിടഞ്ഞു. പല്ലവിക്കും പെട്ടെന്ന് മനസ്സൊന്ന് കുളിർത്തു. ഇന്ന് ആദ്യമായി ഇരുവരും പരസ്പരം അടുത്തിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ ഇരുവരും സീചന്ദ് ഓഫീസിന്റെ മുന്നിലെത്തി. പല്ലവി ബൈക്കിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ അവളുടെ ഫോൺ റിംഗ് ചെയ്തു. അവൾ കോൾ എടുത്തതും അവളുടെ അമ്മ മാലിനി പറഞ്ഞു, മോളെ പല്ലവി, നീ എവിടെ? അച്ഛന് ഒരു അപകടം ഉണ്ടായി. വേഗം ഹോസ്പിറ്റലിൽ എത്തണം. ഇത് കേട്ടതും പല്ലവി ആകെ പേടിച്ചു. അബി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, പല്ലവി, എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? പല്ലവി വേഗം കോൾ കട്ട് ചെയ്തുകൊണ്ട് അബിയോട് പറഞ്ഞു, നമുക്കുടനെ സിറ്റി ഹോസ്പിറ്റലിൽ എത്തണം. അച്ഛൻ എന്തോ അപകടം പറ്റിയെന്ന്. വേഗം പോവാം. പല്ലവിയുടെ അച്ഛന് അപകടം പറ്റിയതറിഞ്ഞ് അബിയും ആകെ പേടിച്ചു. കാരണം അബിയോട് എന്നും സ്നേഹമുണ്ടായിരുന്നത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു. തിരിച്ച് അബിക്കും അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. അവൻ വേഗം പല്ലവിയെയും കൂട്ടി ഹോസ്പിറ്റലിലെത്തി. രവിചന്ദ്രൻ അപ്പോൾ ഐസിയുവിലായിരുന്നു. മാലിനി പുറത്ത് കണ്ണീരൊഴുക്കിയിരിക്കുന്നുണ്ട്. പല്ലവിയെ കണ്ട മാലിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ പല്ലവി, അച്ഛന് കുറച്ച് സീരിയസ് ആണ്. ഐസിയുലാണുള്ളത്. പല്ലവി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ഒന്ന് സമാധാനിക്ക്. എല്ലാം ശരിയാകും. ഞാൻ നോക്കട്ടെ. അതെല്ലാം പറയുന്നുണ്ടെങ്കിലും പല്ലവിയും കരയുന്നുണ്ടായിരുന്നു. അബി അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്തെത്തി. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, എന്തു പറ്റി ഡോക്ടർ? സാറിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നില വളരെ മോശമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഒബ്സർവേഷനിൽ തന്നെയാണ്. ശരിയാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എങ്കിലും നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ട് അബി പേടിച്ചു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. ഐസിയുവിന് മുന്നിൽ പല്ലവിയും മാലിനിയും അബിയും സങ്കടത്തോടെ ഇരുന്നു. സമയം വൈകുന്നേരമായി. എല്ലാവരും അതേ ഇരിപ്പ് തുടരുകയായിരുന്നു. പല്ലവിയുടെ അവസ്ഥ കണ്ട് അബിക്ക് സങ്കടം തോന്നി. അച്ഛനോട് അവൾക്ക് എത്രമാത്രം സ്നേഹവും അടുപ്പവും ഉണ്ടെന്ന് അബിക്ക് നന്നായി അറിയാമായിരുന്നു. അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, പല്ലവി, നീ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്കിളിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ വിളിച്ചോളാം. അത് കേട്ട് പല്ലവി സങ്കടത്തോടെ പറഞ്ഞു, അച്ഛൻ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും? എനിക്ക് കഴിയില്ല. പല്ലവി കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അബി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പല്ലവി നോക്ക്, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. എങ്കിലും രാവിലെ മുതൽ നീയും അമ്മയും ഇങ്ങനെ ഇരിക്കുന്നതല്ലേ? നിങ്ങളൊന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അങ്കിളിനോട് നിനക്കുള്ള അതേ സ്നേഹം തന്നെ എനിക്കുണ്ട്. അദ്ദേഹം എനിക്ക് ദൈവത്തെപ്പോലെയാണ്. അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്കിളിനെ ഞാൻ നന്നായി നോക്കിക്കോളാം.
നിങ്ങൾ പോയി വാ. അബി ഒരുപാട് പറഞ്ഞപ്പോൾ പല്ലവി സമ്മതിച്ചു. അവൾ മാലിന്യം കൂട്ടി വീട്ടിലേക്ക് പോയി. അബി വീണ്ടും ഐസിയുവിന്റെ മുമ്പിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ലുക്ക് ഹിയർ, പറയുന്നത് കേട്ട് ടെൻഷൻ ആവരുത്. മിസ്റ്റർ രവിചന്ദ്രന്റെ അവസ്ഥ വഷളാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇംപ്രൂവ്മെന്റ് ഇപ്പൊ കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം. അത് കേട്ട് അബി ഞെട്ടി. അവൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ടെന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? ഡോക്ടർ പറഞ്ഞു, അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് വരെ ആപത്താണ്. ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് കേട്ട് അബി വേഗം പറഞ്ഞു, എന്നാൽ ഡോക്ടർ ഓപ്പറേഷൻ പെട്ടെന്നാക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ചില പേപ്പേഴ്സ് ഫിൽ ചെയ്ത് സൈൻ ചെയ്യണം. എന്നിട്ട് ബിൽ കൗണ്ടറിൽ പോയി 15 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്യണം. ഞങ്ങൾ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. 15 ലക്ഷം എന്ന് കേട്ടപ്പോൾ അബി ഒന്ന് ഞെട്ടി. അത്രയും പണം തന്റെ കയ്യിൽ ഇല്ലല്ലോ എന്നവൻ ആലോചിച്ചു. പല്ലവിയെ വിളിച്ച് പണം ചോദിച്ചാൽ അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യം പറയേണ്ടി വരും. വെറുതെ അവളെ ടെൻഷൻ ആക്കാത്തതാണ് ഇപ്പോൾ നല്ലത് എന്ന് അബി ചിന്തിച്ചു. പക്ഷെ പണം കിട്ടാൻ എന്തു ചെയ്യും എന്നവന് ഒരു വഴിയും കിട്ടിയില്ല. അവൻ ടെൻഷനോടെ തിരിഞ്ഞതും അവന്റെ പിറകിൽ ഒരാളെ കണ്ട് ഞെട്ടി. അത് വാസുദേവൻ വക്കീലായിരുന്നു. അയാളെ അപ്പോൾ അവിടെ കണ്ടതും അബി സംശയത്തോടെ ചോദിച്ചു, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? മറുപടിയായി വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്തെങ്കിലും ആവട്ടെ. നീ ഇനി എങ്ങനെയാണ് പണം അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? പല്ലവി വിളിക്കുമോ? അവളെ വെറുതെ ടെൻഷനാക്കണ്ട എന്നല്ലേ നീ ചിന്തിക്കുന്നത്? പക്ഷെ ഈ നടന്നതെല്ലാം തനിയെ സംഭവിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വക്കീലിന്റെ വാക്കുകൾ കേട്ട അബി ഞെട്ടി നിന്നു. അയാൾ എന്താണ് പറയുന്നത് എന്ന് അബിക്ക് മനസ്സിലായില്ല. അവന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു, നീ ഒരുപാട് അങ്ങ് ആലോചിക്കണ്ട. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ അപകടം ഉണ്ടായത്. അബി എന്തു പറയണമെന്നറിയാതെ സ്തബ്ധനായി നിന്നു. വക്കീൽ പറഞ്ഞത് സത്യമാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചില്ല. തന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമോ? എന്നാൽ വാസുദേവന്റെ മുഖത്ത് ചിരി അപ്പോഴും മാഞ്ഞിരുന്നില്ല. അടുത്ത നിമിഷം അബിയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ പറഞ്ഞു, നിങ്ങൾക്കെങ്ങനെ ഇതിന് ധൈര്യം വന്നു? അപ്പോൾ വാസുദേവൻ പറഞ്ഞു, നിന്റെ അച്ഛൻ ആദിത്യപിള്ളയെ നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. ബിസിനസ് ലോകത്തെ തന്നെ വിറപ്പിച്ചവനാണ് അദ്ദേഹം. അപ്പൊ പിന്നെ ഈ അപകടമൊക്കെ അദ്ദേഹത്തിന് വളരെ ചെറിയൊരു കാര്യം മാത്രം. അബി ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ കുറ്റമാണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയില്ല. ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. അപ്പോൾ വാസുദേവൻ വീണ്ടും പറഞ്ഞു, അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ വില 15 ലക്ഷം രൂപ. അത് ഞങ്ങൾ ഇപ്പോൾ തന്നെ തരാം. അബി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പണം വാങ്ങിയിട്ട് ഞാൻ ഈ ഓപ്പറേഷൻ നടത്തില്ല. അങ്ങനെ എന്നെ വരുതിക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ കരുതണ്ട. വാസുദേവൻ അപ്പോഴും ചിരിയോടെ പറഞ്ഞു, നിനക്കിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പോഴീ പണം വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.